സംബന്ധിച്ച് ബന്ധക്കുസാർ വിശുദ്ധി വേർപാട് കാര്യങ്ങൾ, നിങ്ങൾ വിശുദ്ധി വേർപാട് മുൻനിർത്തിയാണ് നിങ്ങൾ സഭയെ തള്ളി പറഞ്ഞ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പൊ അന്നേരം നിങ്ങൾ വിശുദ്ധി കാണിക്കണം. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ വിശുദ്ധരാന്ന് എവിടെയും ക്ലെയിം ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ആശയത്തിനെതിരെ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളെ പറയാൻ സമ്മതിക്കാൻ വരുമ്പോൾ ഞങ്ങൾ തെറി പറയാറുണ്ട്. ഞങ്ങൾ വിശുദ്ധരാന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. സാജൻ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാ. ബന്ധുക്കോസുകാർ വിശുദ്ധിയും വേർപാടും അവർ എല്ലാ കാര്യത്തിലും വേണം. അത് ഓരോ വ്യക്തികൾ ചെയ്താലും അറിയാവുന്ന ആൾക്കാർ അതിന് കയറി എതിർക്കും. ബന്ധുക്കോസ് വിശ്വസിക്കുന്നവരെല്ലാം കയറി എതിർക്കും. പക്ഷെ കത്തോലിക്കരെ സംബന്ധിച്ച് അതുപോലെയല്ല. അവർക്ക് ബിഷപ്പിന് കയറി മടത്തി കയറാം, കന്യാസ്ത്രീമാരെ കൊണ്ട് കുളത്തിൽ കൊണ്ട് ചാടിച്ചിടാം, പിന്നെ കുമ്പസാരെ കൂട്ടി ചെന്ന് എല്ലാ പാവങ്ങളും ഏറ്റു പറഞ്ഞാലും പിറ്റേ ദിവസം അതേപോലെ പാവങ്ങൾ ചെയ്യാം. ഇവർക്കെല്ലാം അവർക്ക് അധികാരമുണ്ട്. അവർക്കത് കൊടുത്തിരിക്കുന്നത് അവർ ഓരോ വ്യക്തികൾക്കും അത് ചെയ്യാണ്ട് അവർക്ക് സഭയായിട്ട് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാ. പിന്നെ സഭയുടെ പേരിൽ പ്രത്യേകം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് നേരിടും. അവർക്ക് അവർ വിശുദ്ധി സൂക്ഷിക്കേണ്ട അവരുടെ കത്തോലിക്ക എന്ന പേരിന് മാത്രമേ ഉള്ളൂ, വ്യക്തികൾക്കല്ല. പോപ്പിന് വിശുദ്ധി വേണ്ട, മെത്രാന് വിശുദ്ധി വേണ്ട, കന്യാസ്ത്രീക്ക് വിശുദ്ധി വേണ്ട, ഈവൻ സാധന പോലും വിശുദ്ധി വേണ്ട. രാജ്ഭദ്രന് ഇതൊന്നും അറിയാൻ മേലാത്തോണ്ടാ. വിശുദ്ധി വേണ്ടത് അവരുടെ കത്തോലിക്ക എന്ന പേരിന് മാത്രമാണ്. പറഞ്ഞു മനസ്സിലായോ? അതറിഞ്ഞ് സംസാരിക്കുക. ഇവർക്കൊന്നും ഒരു വിശുദ്ധി ആവശ്യമില്ല. നമുക്ക് ബന്ധക്കോസ് എന്ന് പറഞ്ഞ പേരിനല്ല വിശുദ്ധി, അവിടെ ഉള്ള ഓരോ വ്യക്തികൾക്കാണ് വേണ്ടത്. അത് സാജന് വളരെ കറക്റ്റ് അറിയാം. സാജൻ കുറെ വർഷം സാഹിത്യത്തിന്റെ ഒക്കെ കൂടെ പാല തൂങ്ങി പോയതാ. അപ്പൊ സാജന് കുറെ അറിയാവുന്ന കാര്യങ്ങളാ. അപ്പൊ രാജ്പഥ് ഇത് അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കുക. അവർക്ക് ആർക്കും ഒരു വിശുദ്ധി വേണ്ട. അവരുടെ മതിലിന് മാത്രം വിശുദ്ധി മതി. പിന്നെ അവരുടെ പള്ളിയുടെ മേളിൽ ഇരിക്കുന്ന ബോർഡില്ലേ, ആ ബോർഡിന് മാത്രം വിശുദ്ധി മതി. വേറെ ആർക്കും ഒരു വിശുദ്ധി ആവശ്യമില്ല. സാജനതുകൊണ്ട് പറയും, അതറിഞ്ഞ് സംസാരിക്കും. വ്യക്തമായി രാജ്ഭവനോട് പ്രതികരിച്ചിട്ട് സാധനം കേട്ടോ, കാര്യം മനസ്സിലായോ? ഇവിടെ